കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാവുകയാണ്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ACC വിളിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ ഇന്ന് പ്രധാനമായും കെ മുരളീധരനും മുല്ലപ്പള്ളിയും പങ്കെടുക്കുന്നില്ല എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഒപ്പം തന്നെ പലതരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു. ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് PJ കുര്യൻ രംഗത്ത് വരുന്നു. തരൂരിനെ അനുകൂലിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുന്നു. ആ രീതിയിൽ പലതരത്തിലുള്ള പരാമർശങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, ഇപ്പോൾ തമ്മിലടി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം ഇന്ന് ACCയുടെ യോഗം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലും കേരളത്തിൽ നേതൃത്വത്തിൽ പരസ്പര വിശ്വാസമില്ലായ്മയും ഐക്യമില്ലായ്മയും കൂടുതൽ രൂക്ഷമാകുന്നതാണ് കാണാൻ കഴിയുന്നത്. കെ സുധാകരനെ മാറ്റണം എന്നാണോ മുൻ അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, പരോക്ഷമായിട്ടാണെങ്കിൽ പോലും? തീർച്ചയായും മനു, ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഹൈക്കമാൻഡ് യോഗം ചേരാനിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു അതിർത്തിയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിയും രൂക്ഷമായി എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ ദില്ലിയിലെ കേരള ഹൗസിലേക്ക് നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ കെ മുരളീധരൻ മാത്രമേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്തില്ല എന്ന് അറിയിക്കുകയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഒരു കത്തയച്ചിരിക്കുകയാണ് ഖർഗെയ്ക്ക്, മല്ലികാർജുൻ ഖർഗെയ്ക്ക്. പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ സുധാകരനെ മാറ്റുന്നതിൽ തനിക്ക് എതിർപ്പില്ല, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവിനെ KPCC അധ്യക്ഷനാക്കണം. ഹൈക്കമാൻഡ് ഇതിനും തീരുമാനമെടുത്താലും താൻ അതിന് ആ ഒരു തീരുമാനം അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അല്ലെ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നേതാവിനെ അധ്യക്ഷനാക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സുധാകരനെ മാറ്റണമെന്ന് തന്നെ. തീർച്ചയായും കെ സുധാകരനെ മാറ്റണമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇന്നിപ്പോൾ ദില്ലിയിലെ കേരള ഹൗസിലേക്ക് വിവിധ നേതാക്കൾ, പ്രത്യേകിച്ച് ബെന്നി ബെഹനാൻ, നമുക്കറിയാം പഴയ ഗ്രൂപ്പിന്റെ ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ അവരെയും ഏറ്റവും വലങ്കയായിരുന്നതാണ് ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ എത്തിക്കുന്നത്, തിരുവഞ്ചൂർ അടക്കമുള്ള നേതാക്കൾ എത്തിക്കുന്നത്. ഇവരെല്ലാം തന്നെയും രമേശ് ചെന്നിത്തലയുമായി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അടൂർ പ്രകാശ് എത്തി കേരള ഹൗസിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ടു. ഇവരെല്ലാം തന്നെയും സാധാരണ ഒരു വ്യക്തിപരമായി കൂടിക്കാഴ്ച എന്ന് പറയുമ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന നേതാക്കളൊക്കെ സുധാകരനെ മാറ്റിയാൽ ഒരുപക്ഷെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരാണ് എന്ന വാർത്തകളുള്ളവരാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് ആകട്ടെ, ബെന്നി ബെഹനാൻ ആകട്ടെ, ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പിന്തുണ തേടിയാണോ ഈ വ്യക്തിപരമായ കൂടിക്കാഴ്ചകളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും പിന്തുണ തേടി എന്ന് തന്നെ പറയാം. അതോടൊപ്പം നമുക്കറിയാം VD സതീശനെ എതിരെ ഇവരെല്ലാം തന്നെ VD സതീശന്റെ ഒരു അപ്രമാദിത്യവും അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടിയെ മൊത്തം ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതെല്ലാം നിലയിൽ വലിയ എതിർപ്പ് ഈ നേതാക്കളുടെ ഇടയിലുണ്ട്. കെ സുധാകരൻ ഇവർ നേരത്തെ എല്ലാം തന്നെ പിന്തുണച്ചിരുന്നെങ്കിലും ഇത് കെ സുധാകരനുള്ള സ്നേഹമല്ല, മറിച്ച് VD സതീശൻ പാർട്ടിയെ മൊത്തം ഹൈജാക്ക് ചെയ്യുന്നതിനെതിരായ ഒരു പാർട്ടിയെ മൊത്തം ഹൈജാക്ക് ചെയ്യുന്നതിനെതിരായ ഒരു എതിർപ്പ് കൂടി ആയിരുന്നു എന്ന് വേണം നമുക്കതിനെ കൃത്യമായി വിലയിരുത്താൻ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്കും VD സതീശനെതിരെ ശക്തമായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം വലിയ രീതിയിൽ ചില നേതാക്കളെല്ലാം തന്നെ ഉയർത്തുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് ഏറെ പ്രതിരോധത്തിലായി എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു നേതൃമാറ്റം, ഒരു പുനഃസംഘടന ഉൾപ്പെടെ എല്ലാം നിലയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ ആര് ഈ കെ സുധാകരനെ മാറ്റിയാൽ പകരം ആരാണ്, അല്ലെങ്കിൽ പകരം ഒരാളെ നിയോഗിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വലിയ പൊട്ടിത്തെറി, ഇതൊക്കെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെല്ലാം തന്നെ വലിയ ആശങ്ക ഹൈക്കമാൻഡിനുമുണ്ട്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ അടക്കം നേതാക്കൾ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. മറിച്ച് ഇന്നത്തെ ഇതൊക്കെ ചർച്ച ചെയ്യുമോ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഏതായാലും മുല്ലപ്പള്ളി പറയുന്നത് കെ സുധാകരനെ മാറ്റണമെന്നാണ്. വിവിധ നേതാക്കൾ, മുതിർന്ന നേതാക്കളുമൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ് ഒക്കെ ഇപ്പോൾ ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. പിന്തുണ തേടിയെന്ന് തന്നെ വേണം വ്യാഖ്യാനിക്കാൻ ഈ സാഹചര്യത്തിൽ. അത് അങ്ങനെ തന്നെ കരുതേണ്ടി വരും.